യെസ്, ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇത് ഈ വാർത്ത അറിഞ്ഞിരിക്കുമെന്ന്, ഇതിന്റെ വിശദ വിവരങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ നൽകിയ VC-യുടെ നടപടി, അതിനെക്കുറിച്ച് അങ്ങയുടെ പ്രതികരണം എന്താണ്? നോക്കൂ, കേരള സർവകലാശാലയുടെ ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. ഇവിടെ കേരള സർവകലാശാലയിൽ രജിസ്ട്രാറെ നിയമിക്കുന്നത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ആണെന്നിരിക്കെ അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് മാത്രമേ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ കഴിയൂ എന്ന പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയല്ല സർവകലാശാലകൾ. സ്വയംഭരണ അവകാശം നിലനിർത്തേണ്ട പ്രദേശമാണ് സർവകലാശാല. ആ സർവകലാശാലയിലെ ആക്ട് അനുസരിച്ച് കൃത്യമായും സർവകലാശാലയിൽ രജിസ്ട്രാർമാരെ നിയമിക്കുന്നത് സിൻഡിക്കേറ്റ് ആണ്. എന്നാൽ ഇപ്പോൾ VC ആണ് ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിരിക്കുന്നത്. VC-ക്ക് അങ്ങനെ സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിക്കാൻ കഴിയുന്ന ചുരുക്കം ചില സന്ദർഭങ്ങളുണ്ട്. അത് കേരള സർവകലാശാലയുടെ ആക്ട് 10 അനുസരിച്ച്, അതിന്റെ സബ് ക്ലോസ് 13 അനുസരിച്ച്, 10(13) അനുസരിച്ച് സിൻഡിക്കേറ്റ് സെഷനിൽ, ഇഫ് ദ സിൻഡിക്കേറ്റ് ഈസ് നോട്ട് ഇൻ സെഷൻ, ഒരു എക്സിജൻസി ഉണ്ടെങ്കിൽ സർവകലാശാല വൈസ് ചാൻസലർക്ക് സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ ഉപയോഗിക്കാം. ഇത് മാത്രമാണ് സർവകലാശാല ചട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിരിക്കെ ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോയ വൈസ് ചാൻസലർ നടപടിയെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അതിന്റെ വഴിക്ക് നടക്കട്ടെ. ആ രാഷ്ട്രീയം ഒരിക്കലും ഇത്തരത്തിൽ സർവകലാശാലയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയുന്ന RSSന്റെ കൂടിയൊന്നും പ്രദർശിപ്പിക്കുക ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ അതിന് അവസരം ഉണ്ടാക്കി കൊടുത്ത രജിസ്ട്രാറിനും പങ്കുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്തരത്തിൽ നടപടിയെടുക്കാൻ അവകാശം സ്വാഭാവികമായും സിൻഡിക്കേറ്റ് മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഈ ഒരു വാദത്തിന് വേണ്ടി വൈസ് ചാൻസലർക്ക് മുകളിൽ ചാൻസലർ ഉണ്ട്, ചാൻസലറായ ഗവർണറെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യം വരുന്നു. അതോടൊപ്പം തന്നെ ഈ നോട്ടീസ് നൽകിയപ്പോൾ അതിൽ സസ്പെൻഷനിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഈ പറയുന്ന മതപരമായ ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ, എന്നാൽ അത്തരത്തിലൊന്നും അവിടെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുത്തപ്പോൾ അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. അതൊരു വാദത്തിന് അങ്ങനെ പറയുമെങ്കിൽ പോലും രജിസ്ട്രാർക്കെതിരെ ഇങ്ങനെ ഒരു നടപടി എടുക്കാനുള്ള അധികാരം വൈസ് ചാൻസലർക്ക് ഇല്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ അതിന്റെ മെറിറ്റിലേക്ക് നമുക്ക് പിന്നീട് പോകാം. അതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. നമ്മൾ കുറെ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, RSSും അതുപോലെ. പക്ഷേ ഇവിടെ ഒരു കാരണവശാലും രജിസ്ട്രാർക്കെതിരെ വൈസ് ചാൻസലർക്ക് നടപടിയെടുക്കാൻ അവകാശമില്ല. ഞാനൊരു മുൻ സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിൽ ആധികാരികമായി എനിക്ക് പറയാൻ കഴിയും, ഒരു കാരണവശാലും ഇത്തരത്തിൽ നടപടിയെടുക്കാൻ അവകാശമില്ല. എടുക്കേണ്ടത് അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന നിലയിൽ സിൻഡിക്കേറ്റ് തന്നെയാണ്. ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വൈസ് ചാൻസലർ കൊടുത്താലും ചാൻസലർ കൊടുത്താലും ആരുടേതായാലും ആ റിപ്പോർട്ട് സിൻഡിക്കേറ്റിന്റെ മുമ്പിൽ പ്ലേസ് ചെയ്യുകയും സിൻഡിക്കേറ്റ് ആണ് തീരുമാനമെടുക്കേണ്ടത് എന്നിരിക്കെ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന സിൻഡിക്കേറ്റ് ആണ് തീരുമാനമെടുക്കേണ്ടതെന്നിരിക്കെ ഇത്തരത്തിൽ സിൻഡിക്കേറ്റിന്റെ പവേഴ്സ് എക്സസൈസ് ചെയ്തുകൊണ്ട് വൈസ് ചാൻസലർ അങ്ങനെ നടപടിയെടുത്തത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ശരി, നന്ദി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസ് പ്രതിനിധിയാണ് നമുക്കൊപ്പം ചേർന്നത്. സിൻഡിക്കേറ്റിനെ അറിയിക്കാതെ സിൻഡിക്കേറ്റ് എടുക്കേണ്ട നടപടിയാണ്, ഏതു തരത്തിലുള്ള നടപടികളും സിൻഡിക്കേറ്റിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ VC ഇത്തരത്തിലൊരു നടപടി എടുത്തത് തെറ്റാണ് എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത്.